പ്രഭാഷണത്തിനായി വി എൻ ഗിരിജയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പണ്ട് തന്നെ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, അഹോ ഉത്സവപ്രിയാഖലു മനുഷ്യാന്ന്, മനുഷ്യന്മാർക്ക് ഉത്സവത്തിനോടുള്ള ആഭിമുഖ്യത്തിനെ പറ്റി. അപ്പോൾ കവിത എഴുതുന്ന ഞങ്ങളെല്ലാവരും പല സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും കാണാറുണ്ടെങ്കിലും അവരുടെ ആന്തരിക ജീവിതമായ കവിത നമുക്കറിയാമെങ്കിലും പലരെയും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അധ്യക്ഷ ഭാഷണത്തിന് അതിലൂടെ പ്രത്യേക ഒരു പ്രസക്തിയോ അല്ലെങ്കിൽ അതിനുള്ള സമയം പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കവിത തന്നെയാണല്ലോ. അപ്പൊ കവിത എന്തുകൊണ്ട് കവിത എഴുതപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പലപ്പോഴും പറയാറുള്ളത്, ആ മാധ്യമത്തിൽ കൂടെ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അത് അതർവൈസ് വേറെ തരത്തിൽ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, പറയാൻ എന്നുള്ളത് പറയാന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റുമെങ്കിൽ കവിത തന്നെ എഴുതപ്പെടില്ലായിരുന്നു, കല തന്നെ പിറക്കില്ലായിരുന്നു. അപ്പോൾ സൂക്ഷ്മവും നമ്മളുടെ ഒരു പ്രത്യക്ഷ അനുഭവത്തിന്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളും അതേപോലെ തന്നെ വളരെ പ്രത്യക്ഷവും രാഷ്ട്രീയ ധ്വനികളുള്ള ചില കാര്യങ്ങളും എല്ലാം സ്വന്തം വ്യക്തിത്വത്തിന് ആനുപാതികമായിട്ട് കവികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവരുടെ പ്രവൃത്തി. അതിലപ്പുറത്ത് നിങ്ങളെല്ലാവരും എന്തെങ്കിലും പറയാൻ ആഗ്രഹമുള്ളവരോ കെൽപ്പുള്ളവരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കവികളോടൊപ്പം ഉണ്ടാവുക, എപ്പോഴും നമ്മൾ വായിക്കുന്ന കവികളെ ഒരിക്കലെങ്കിലും ഒക്കെ കാണാൻ പറ്റുക, അത് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സന്തോഷം തോന്നുന്നു. ഈ കവിതാ സദസ്സ് നല്ലതായിരിക്കട്ടെ എന്നുള്ള ആശംസകളോടുകൂടി നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കാൻ പോകുന്ന കവിത കൂക്ക് എന്നാണ് എൻ്റെ പേര്. കൂക്ക്. മരങ്ങൾ പോലുമേ മയങ്ങും ഉച്ചയ്ക്ക്, കിളികൾ തൂവലും ഒതുക്കി തൂങ്ങുമ്പോൾ, നിലാപ്പത വെയിൽ ഹിമം ഉച്ചസൂര്യൻ, ഈ മഴയെല്ലാം മുല്ല പടരും പൂപ്പന്തൽ, കരുതി വന്നു നാം കവിതക്കാർ. എന്നാൽ നമുക്ക് നാം മാത്രം ചെവിയും ഒച്ചയും. ഇരിക്കുന്നു നമ്മൾ നിരന്നു വട്ടത്തിൽ, എടുക്കുന്നു കുനിഞ്ഞൊരു കരിയില, മുളയ്ക്കുന്നു രണ്ടു ചിറകതിന്മേലെ, കുതിക്കുന്നു ദൂരെ മറയുന്നു നമ്മൾ, ത്രസിക്കുന്നു മായക്കളി തുടങ്ങുന്നു. ഒരു തൂവൽ നമ്മൾ കുതിരയാക്കുന്നു, ഒരു മണ്ണാങ്കട്ട നഗരമാക്കുന്നു, ഒരു പിടി ഭസ്മം എറിഞ്ഞു നീലമാം വിദൂരവാനത്തിൽ കൊളുത്തിവെക്കുന്നു. പുഴുവിനെ കണ്ടമ്പരന്നീടും മുൻപേ അതിനെ ആരാവാം ഒരു പൂവാക്കുന്നു. നഗരം മായ്ച്ചത് ചെളിപ്പാടമാക്കി കുനിഞ്ഞു ഞാർ നട്ടു കുതിക്കുന്നു നമ്മൾ. സമകാലം കാണാൻ കഴിയുമെങ്കിലും മറുകര നീന്താൻ അറിയില്ലെന്നാണോ? തണുപ്പില്ലെന്നും തേൻ മധുരമില്ലെന്നും ഇടയ്ക്ക് തോന്നുന്നു ചരടറ്റ പട്ടം. എവിടെ ആനന്ദം അലരിപ്പൂമണം കിനിഞ്ഞ കാവ്യത്തിൻ മധുരക്കോപ്പകൾ. അത് ഒരു തുറമുഖം എന്നുള്ള വൈലോപ്പിള്ളിയുടെ കവിതയെ സൂചിപ്പിക്കുന്ന ഒരു മഹാരാജാസ് കോളേജിനെ പറ്റി. അലരിപ്പൂവിൻ മണമാർന്ന കാവ്യത്തിൻ മദ്യം നമ്മളെ ഒന്നിച്ച് ഇവിടെ നിന്ന് മോന്തി, ഞാനൊരു കുടിയനായ അന്ന് തൊട്ട് എന്നാണ് വൈലോപ്പിള്ളി എഴുതിയിരിക്കുന്നത്. ആ സൂചന മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെ ആനന്ദം അലരിപ്പൂമണം കിനിഞ്ഞ കാവ്യത്തിൻ മധുരക്കോപ്പകൾ. കവിത ഉച്ചയ്ക്കാൾ ഉറങ്ങുന്ന നേരത്തെന്ന് അതേ സമകാലം തെളിഞ്ഞ രാഷ്ട്രീയം. നമുക്ക് കഴിക്കുന്നു ചവർക്കുന്നുണ്ടെന്നാൽ തവിടല്ല തനി ഉമിയത്രേ നാവിൽ. കുയിലൊന്ന് തെറ്റിപ്പറന്നു വന്നാവാം ഒരു കൂക്കാൽ എന്തോ വിളിച്ചുണർത്തുന്നു. വരുന്നതാരപ്പോൾ മകരം മാമ്പൂവും പനിനീർപ്പൂക്കളിൽ തിളങ്ങുന്ന മഞ്ഞും. കരങ്ങൾ കോർക്കുന്നു കവികൾ നാം വട്ടം തിരിഞ്ഞു ചോടുവെച്ചൊരു പുഴ പോലെ. കരങ്ങൾ കോർക്കുന്നു കവികൾ നാം വട്ടം തിരിഞ്ഞു ചോടുവെച്ചൊരു പുഴ പോലെ. മഴവില്ലാണാടാതെ നിറങ്ങളിൽ തുളുമ്പുന്നു പോയ വസന്തധൂർത്തുകൾ. മരങ്ങൾ, ബെഞ്ചുകൾ, കസേരകൾ മയക്കും മയങ്ങും ഉച്ചയ്ക്ക് കുയിൽ മാത്രം പാടി. കുയിൽ തൊടികയായി നിറഞ്ഞു വൃക്ഷങ്ങൾ, അവയിൽ വള്ളികൾ പുളഞ്ഞു ചുറ്റുന്നു. കുയിൽ തൊടികയായി നിറഞ്ഞു വൃക്ഷങ്ങൾ, അവയിൽ വള്ളികൾ പുളഞ്ഞു ചുറ്റുന്നു.
കുരിപ്പുഴ ശ്രീകുമാർ വരുന്നുണ്ട്. വന്നാൽ അദ്ദേഹം അധ്യക്ഷത ഏറ്റെടുക്കും. അതുവരെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളോ അധ്യക്ഷ പദവിയിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സംഘനൃത്തം പോലെയോ സംഘഗാനം പോലെയോ നമ്മുടെ കവിതാ സമ്മേളനം കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും നന്ദി. കവിതാ വായനയിൽ അടുത്തതായി വിനീഷ് മണിയൂർ. എല്ലാവർക്കും നമസ്കാരം. ഈ സാഹിത്യോത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്നു. കവിതയുടെ പേര് തുളപുരാണം. തുളപുരാണം. എന്റെ മൂക്കിലെ 2 തുളകളിൽ ഒന്ന് ഇന്ന് പുലർച്ചെ പല്ലുതേക്കുന്നതിനിടയിൽ മരിച്ചുപോയി. ശരിക്കും മരിച്ചത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി 4-5 മിനിറ്റ് ഞാൻ അനങ്ങാതെ നിന്നു. അഥവാ ജീവനോടെ തിരിച്ചു വന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. എന്നിട്ടും അതിനിട വന്നില്ല. ഒരു തുള മാത്രം മരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? മുഴുവനായും കണ്ണടഞ്ഞിട്ടില്ലാത്ത എന്റെ മുഖം നാളെ പത്രത്തിൽ വരുമോ? ഒരു തുളയുടെ മാത്രം ശവമടക്ക് നടത്താൻ സമുദായക്കാർ അനുവദിക്കുമോ? ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരൻ 2ാമൻ തുളയ്ക്ക് കുടുംബജീവിതമില്ലാതെ പോവുമോ? ശരീരത്തിലെ എല്ലാവർക്കുമായി ഞാൻ അടച്ചിരുന്ന ഇൻഷൂർ അല്പമെങ്കിലും തിരിച്ചു കിട്ടുമോ? ജീവിച്ചിരിക്കുന്ന എന്റെ സെൽഫികളിൽ ചത്ത തുള അസ്വീകരമായി തീരുമോ? സ്ഥിരമായി അതുവഴി കയറിപ്പോയവരൊക്കെ നടത്തി വന്നിരുന്ന കച്ചവടത്തിൽ നിന്ന് പിന്മാറുമോ? മരണമറിഞ്ഞ് പോലീസുകാർ കേസെടുത്ത് അന്വേഷിക്കുമോ? ആലോചിക്കും തോറും ഒരു തുളയും മണവും കിട്ടാതെ ഞാൻ അശുവായി. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന സ്വാമിമാർ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരക്കി നോക്കി. ഒരു തുളയ്ക്ക് മാത്രമായി മന്ത്രങ്ങളില്ലെന്നും ഏറ്റവും ചുരുങ്ങിയത് ഒരു തലയും ഒരു കയ്യുമെങ്കിലും വേണമെന്നും സുഹൃത്തിന്റെ മേയിൽ പാഞ്ഞു വന്ന് ചരിഞ്ഞു. 2 തുള സത്യത്തിൽ ആവശ്യമില്ലെന്നും ഒരു തുള കൊണ്ട് തന്നെ ജീവിച്ചു പോവാമെന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും വായ തുറന്നു പിടിച്ചാൽ മതിയെന്നും ഗൂഗിൾ നയം വ്യക്തമാക്കി. ചത്തത് തിരിച്ചറിയാതിരിക്കാൻ മൂക്കുകുത്തിയാലോ എന്ന് ആലോചിച്ചു. അലിഞ്ഞു പോകുന്ന തുളയിൽ എത്ര നാൾ മൂക്കുകുത്തി അത് ജീവിക്കുമെന്നോർത്ത് എനിക്കപ്പോൾ ഗദ്ഗദം വന്നു. ഏതായാലും 2ഉം കൽപ്പിച്ച് ഞാനൊന്ന് ചീറ്റി നോക്കി. ഒരു തുള അഴിഞ്ഞ് താഴെ കിടക്കുന്നു. നന്ദി. മലയാളത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത പ്രിയ കവി കുരിപ്പുഴ ശ്രീകുമാർ കവിതയുമായി നമ്മളോട് സംവദിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീത നമസ്കാരം. തൃശ്ശൂര് മലയാള കവിതയ്ക്ക് എന്നും സന്തോഷകരമായ വരവേൽപ്പ് നടത്തിയ ഒരു സ്ഥലമാണ്. വ്യാസമഹാഭാരതം വിവർത്തനം ചെയ്യുന്നത് കണ്ട ഒരു സ്ഥലം. ഒരുപാട് യുവ കവികൾക്ക് ശ്രദ്ധ നൽകിയിട്ടുള്ള ഒരു സ്ഥലം. ഒരുപാട് വട്ടം ഞാനിവിടെ വന്ന് കവിത വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വരാനും ഏറ്റവും പ്രബുദ്ധതയുള്ള ഈ നഗരത്തിലെ കാവ്യ ആസ്വാദകരുടെ മുന്നിൽ എൻ്റെ ഒരു പുതിയ കവിത അവതരിപ്പിക്കാനും കഴിയുന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ കൂട്ടുകാരോടൊപ്പം ഇവിടെ വന്ന് കവിത എഴുതുവാൻ എനിക്ക് അഭിമാനമുണ്ട്. ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തന്നെ അവരവരുടെ കാവ്യമാർഗങ്ങൾ കണ്ടെത്തിയവരും അതിലൂടെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നവരും ആണ്. വൈരപ്പള്ളി ഭാഷയൊക്കെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഫാത്തിമ തുരുത്ത് എന്ന കവിത. അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലിൽ ധാരാളം ദ്വീപുകളുണ്ട്. അതിലൊരു ദ്വീപാണ് ഫാത്തിമ തുരുത്ത്. ഫാത്തിമ തുരുത്തിലൊന്ന് പോകണം, രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം, പൂക്കളോട് പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം, കായലിൽ കിനാവ് കണ്ട് പായുമാ പായൽ മാലയിട്ട കൊപ്പി മീനിനെ പുലിലാ വല വിരിച്ചുണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. മുള്ളുവെള്ളകൾ മഴപ്പെരുമ്പറ
മുന്നണിച്ചെടിക്ക് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. രോഗബാധിതർ കിടന്ന് അലറുമാ കൂരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. അർദ്ധപട്ടിണി പതാക മാറുമാ ദുഃഖമന്ത്രദേശമാകെയൊപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. 100 പ്രാണികൾ വസിക്കുമാ സ്നേഹരാജ്യമൊന്ന് അടുത്ത് കാണണം. കന്യകാത്വമുള്ള കാട് കാക്കണം. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകൾ കാട്ടും ആംഗ്യഭാഷ ഏൽക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ക്ഷാമവന്മുതലകൾ ജലത്തിന്റെ ആടകൾ ഉരിഞ്ഞു ദ്വീപിൻ ജീവനെ വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീക്കൊടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കും ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുമാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. വേനലിന്റെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും ത്യജിച്ച് ഉറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞ് തേനുറഞ്ഞ് നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്ന് പോകണം. നമസ്കാരം. കവിതയുമായി നമ്മോട് സംവദിക്കാനെത്തുന്നു ശ്രീ അസീം താനിമോട്. ബഹുമാന്യരെ, നേരിട്ട് കവിതയിലേക്ക് കടക്കുക തന്നെ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയുക തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് വിവിധ കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ സംസ്കാരത്തിലേക്കും സാഹിത്യത്തിലേക്കും കടക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വയം പരിഷ്കരിക്കപ്പെടുക എന്നത് വലിയ കാര്യം പോലെ തന്നെയാണ് സമൂഹവും പരിഷ്കരിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഫെസ്റ്റിനും ഇവിടെ വന്നത്. 2 ദിവസമായി ഇവിടെ തന്നെ ഉണ്ട്. വലിയ അനുഭവമായിരുന്നു. ഒരുപാട് പേരെ കാണാൻ പറ്റി. അധികമൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ ആശംസകളും തുടർ ദിവസങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ കവിതയിലേക്ക് കിടക്കുന്നു. ഇവിടെ ചൊല്ലുന്ന ഞാൻ കവിത കാണാതായ വാക്കുകൾ എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത്. അതിവിടെ ചൊല്ലുന്നതിന് 2 കാര്യങ്ങളാണുള്ളത്. കാരണം ഞാനിത് മാതൃഭൂമി ബാലവനിതയിൽ നിരന്തരം കവിത എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്ത് മാതൃഭൂമി ബാലവനിതയ്ക്കൊരു അയച്ചൊരു കവിതയാണ്. അത് സ്വാഭാവികമായിട്ടും പ്രധാന പേജിലേക്ക് സ്വാഭാവികമായും വന്നു കയറിയ ഒരു കവിതയായതുകൊണ്ടും ഞാനിപ്പോൾ ഇവിടെ നിന്ന് കവിത ചൊല്ലുന്നതിലും അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടും ആ കവിത ചൊല്ലാമെന്ന് കരുതുന്നു. സ്വാഭാവികമായിട്ട് കടന്നു വന്ന ഒരു കവിത, പഴയ കവിതയാണ്, ഒത്തിരി പഴക്കമുള്ള കവിതയാണ്. കാണാതായ വാക്കുകൾ. അന്നെനിക്കു നീ തന്നൊരാ പുസ്തകത്താളിൽ നിന്നും ചില വാക്കുകൾ കാണുവാനില്ല. നാവു കുഴഞ്ഞ പോൽ അക്ഷരജാത നിന്നു പഴുകയാണതിൽ.
അന്നെനിക്കു നീ തന്നൊരാ പുസ്തകത്താളിൽ നിന്നും ചില വാക്കുകൾ കാണുവാനില്ല. നാവു കുഴഞ്ഞപ്പോൾ അക്ഷരജാത നിന്നു പരുങ്ങുകയാണതിൽ. തെറ്റിടുന്നു വരികൾ പൊരുത്തവും വ്യക്തമാകാതെ വാക്യവും വ്യംഗ്യവും. കമ്പി പൊട്ടിയ വീണ പോലാശയതന്ത്രിയിൽ നിന്ന് പൊങ്ങുന്നവശ്രുതി. തെറ്റിടുന്നു വരികൾ പൊരുത്തവും വ്യക്തമാകാതെ വാക്യവും വ്യംഗ്യവും. കമ്പി പൊട്ടിയ വീണ പോലാശയതന്ത്രിയിൽ നിന്ന് പൊങ്ങുന്നവശ്രുതി. ഒത്തിരിയിടം ശൂന്യമാക്കി പറന്നിങ്ങു പോയവ. ഒത്തിരിയിടം ശൂന്യമാക്കി പറന്നിങ്ങു പോയവ എന്റെ ഷെൽഫിൻ പൊടി തിന്നു തിന്നു മടുത്തതാവാം. പറഞ്ഞുള്ളഴിക്കാൻ കഴിയാതൊഴിഞ്ഞതാം. വാചകങ്ങൾ പരസ്പരം ചേർക്കുവാൻ പാടുപെട്ടു ഞാൻ. വാചകങ്ങൾ പരസ്പരം ചേർക്കുവാൻ പാടുപെട്ടു ഞാൻ. പഴയ കവിതയായിട്ട് മറന്നുപോയതാ. വാചകങ്ങൾ പരസ്പരം ചേർക്കുവാൻ പാടുപെട്ടു ഞാൻ. കാണാത്ത വാക്കുകൾ ഏതുതാൻ എന്റെ ഓർമ്മയിലില്ലതിൻ പാടുപോലും. പകരം മുറുകുക ഇല്ല വേറൊരു വാക്കുനീ സന്ധിയിൽ. വാചകങ്ങൾ പരസ്പരം ചേർക്കുവാൻ പാടുപെട്ടു ഞാൻ. കാണാത്ത വാക്കുകൾ ഏതുതാൻ എന്റെ ഓർമ്മയിലില്ലതിൻ പാടുപോലും. പകരം മുറുകുക ഇല്ല വേറൊരു വാക്കുനീ സന്ധിയിൽ. ഏതു ഗ്രന്ഥത്തിൽ ഞാൻ തിരയേണ്ടു, ഏതു ഗ്രന്ഥത്തിൽ ഞാൻ തിരയേണ്ടു ഈ ഗൂഢഭാഷതൻ അഷ്ടബന്ധം. ഏതു ഗ്രന്ഥത്തിൽ ഞാൻ തിരയേണ്ടു ഈ ഗൂഢഭാഷതൻ അഷ്ടബന്ധം. കൊടും മൗനമെന്തോ കുറിച്ച പോൽ വാക്കുകൾ വീണുടഞ്ഞ വരികൾ ദുരൂഹത. ഏതു ഗ്രന്ഥത്തിൽ ഞാൻ തിരയേണ്ടു ഈ ഗൂഢഭാഷതൻ അഷ്ടബന്ധം. കൊടും മൗനമെന്തോ കുറിച്ച പോൽ വാക്കുകൾ വീണുടഞ്ഞ വരികൾ ദുരൂഹത. മഞ്ഞുചാറി നനഞ്ഞ ഡിസംബറിൻ, മഞ്ഞുചാറി നനഞ്ഞ ഡിസംബറിൻ കള്ളികൾ കടന്നെത്തിയ തുമ്പികൾ. മഞ്ഞുചാറി നനഞ്ഞ ഡിസംബറിൻ കള്ളികൾ കടന്നെത്തിയ തുമ്പികൾ. പുസ്തകത്തിലെ അവ്യക്തതകളിൽ എന്റെ നിന്റെയും പേരുകൾ ചേർത്തു വച്ച് ഒറ്റ ശ്വാസത്തിൽ വായിച്ചു ശൂന്യത. ഏതു ഗ്രന്ഥത്തിൽ ഞാൻ തിരയേണ്ടു ഈ ഗൂഢഭാഷതൻ നഷ്ടബന്ധം. കൊടും മൗനമെന്തോ കുറിച്ച പോൽ വാക്കുകൾ വീണുടഞ്ഞ വരികൾ ദുരൂഹത. നന്ദി, നമസ്കാരം. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ MS ബനേഷ്. ഗതികേടുകളുടെ അഭിസംബോധന അഥവാ മലയാള കവിതയ്ക്ക് ഒരു കുത്ത്. യുദ്ധത്തിന് മുൻപേ തോൽവി സമ്മതിച്ച പടയാളികളെ, വിധേയരുടെ അധോശിരസ്സുമായി പിൻവാങ്ങുന്നവരെ, ആയുധങ്ങളില്ലാത്ത പടച്ചട്ടക്കാരെ, ചത്തതുപോലെ മരിച്ചു കിടക്കുന്ന ഭടജനങ്ങളെ, പൂർവവസന്ത സ്മരണാരോഗികളെ, കൂട്ടിക്കൊടുപ്പിന്റെ ചോരത്തിളപ്പുകാരെ, ഇല്ലാ പൂണൂലിൽ ഇപ്പോഴേ തഴുകുന്നവരെ, തീണ്ടാപ്പാട് സ്മരണയിൽ കുളിരുന്നവരെ, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ മട്ടുകാരെ, 30 കോടി നിസ്സഹായതകളെ, അടിവീഴുന്ന നെഞ്ചിലും അടിമത്തം രസിപ്പോരെ, അടുത്ത അക്കാദമി അവാർഡ് ആർക്കാവണമെന്ന് ചർച്ചിപ്പോരെ, വരും ഭരണസമിതിയിലേക്ക് വരമൊഴി തീർപ്പവരെ, ജ്ഞാനപീഠം കിട്ടും വരെ ആയുസ് നീട്ടണമെന്ന പ്രാർത്ഥനകളെ,
ശരികേടുകളിൽ ചോര തിളയ്ക്കാതായവരെ, നെറുകേടുകളിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ടവരെ, വള്ളുവനാടൻ ഭാഷ മുൻകൂട്ടി പഠിപ്പവരെ, കുളി കുറി കുറുവടി നവ പഠിതാക്കളെ, അഭിരുചി നാവ് വടിച്ചൊരുങ്ങുവോരെ, ഉദ്ദേശിച്ചത് എന്നെ തന്നെയോ എന്ന ലജ്ജയില്ലായ്മകളെ, വിളറി വെളുക്കുന്ന ശുഭ്രാകാശമേ, കുങ്കുമം തൊടുന്ന മകരസന്ധ്യകളെ, കാവി പുതച്ച പുതുമേഘ താഴ്വരകളെ, പുഷ്പകഛായയിൽ പറക്കുന്ന പ്രാപ്പിടിയരെ, നമസ്കരിച്ചില്ലേൽ കാണിച്ചു തരാം എന്ന സൂര്യത്തേവരെ, തൊഴുതില്ലേൽ ഇരുട്ടാക്കും എന്ന ചന്ദ്രത്തേവരെ, തൊട്ടില്ലേൽ തലക്കടിക്കും എന്ന ചന്ദന ക്രുദ്ധതയെ, നമിച്ചില്ലേൽ ഗോദ്രയാക്കും എന്ന അഗ്നികലുഷതേ, മാറിൻ മാറിൻ എന്ന ശുദ്ധാശുദ്ധമേ, പോകിൻ പോകിൻ എന്ന തീണ്ടാവഴികളെ, തല താഴ്ത്തുക എന്ന മനുസ്മൃതികളെ, മുല പുറത്തിട് എന്ന സ്തനക്കരങ്ങളെ, കരണത്തടിയേൽക്കുന്ന ഭരണഘടനയെ, നെടുകെ പിളരുന്ന ജനാധിപത്യമേ, അതെ അതിനെന്തു വേണം എന്ന ധാർഷ്ട്യശൂലങ്ങളെ, ഉയർത്ത് ഉയരുന്ന ഭൂതപ്രതിമകളെ, താഴ്ന്നു താഴുന്ന ജീവബിന്ദുക്കളെ, അടഞ്ഞു മറയുന്ന പുസ്തകത്താളുകളെ, ഉറവ വറ്റുന്ന യുക്തിബോധങ്ങളെ, പരന്നു നിൽക്കുന്ന ഭൂമിമാതാവേ, കറങ്ങിയാടുന്ന സൂര്യപ്രഹർഷതേ, ഉത്തരക്കടലാസിൽ മാത്രമുള്ള ഈ സമം MC സ്ക്വയറുകളെ, വെടിയേറ്റ് വീഴുന്ന ശാസ്ത്രബോധ്യങ്ങളെ, തലവെട്ടി മാറ്റിയ യുക്തിസത്യങ്ങളെ, പടച്ചട്ടയഴിച്ചിട്ട് കുനിഞ്ഞു നിൽപ്പോരെ, പടലപ്പിണക്കത്തിൽ പതുങ്ങി നിൽപ്പോരെ, അറച്ചറച്ചൊട്ടി എതിർത്തു നിൽപ്പോരെ, മഹായാത്രയ്ക്കായി ശകുനം നോപ്പോരെ, ഗതികേടിൻ രാജ്യമുഖം വരപ്പോരെ, അറവ് വാൾത്തണുപ്പറിയാ മനുഷ്യരെ, മണലിൽ മുഖം പൂഴ്ത്തി കവിത രചിപ്പോരെ, വൃത്തഗദ്യ ചർച്ചാ വിരുന്നിൽ വീഴുന്നോരെ, കവിയരങ്ങിനായി വിരിവച്ചിരിപ്പോരെ, അവനവൻ വാക്കിൻ നദീരതിക്കാരെ, ഇതോ കവിത എന്ന് മുഖം തുളിപ്പോരെ, കവിത എഴുതുന്ന കടലാസിലായിരം തവണ എഴുതുക ഭരണഘടനയെ, അതിന് നാവായി, അതിന് മൊഴിയായി, അതിന് കാവലായി അതിജീവിക്കുക, തുറുങ്കിൽ ഇപ്പോഴും പൊരുതി നിൽപ്പോരെ, ജനപഥങ്ങളിൽ പ്രതീക്ഷയുള്ളോരെ, കരിങ്കല്ലിൽ പണിയെടുക്കും കൈകളെ, ഖനികളിൽ നിന്നുയരും മൊഴികളെ, നദികളിൽ നിന്നുയരുന്ന രാവിയെ, പുതുചെറുപ്പത്തിൻ സ്വതന്ത്രബോധമേ, വരൂ നയിക്കുക നിരമ്പും കൃഷ്ണയെ, അതിന് കാവലായി അതിജീവിക്കേണ്ടേ, അതിന് കാവലായി അതിജീവിക്കേണ്ടേ. ശ്രീ MP പ്രതീഷ് കവിതയുമായി എത്തുന്നു. നമസ്കാരം. ചില ചെറിയ കവിതകളാണ് വായിക്കുന്നത്. വെളിച്ചം പെട്ടെന്നണയുന്ന നേരം. ഓരോ രാത്രിയും ഞാറമരത്തിനു ചുറ്റിലും കാണുന്ന പ്രകാശവലയം, കല്ലിൽ തൊടുമ്പോൾ നനഞ്ഞു കുതിരുന്ന കൈകൾ. എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് കവിത പോലുള്ള ചില കാര്യങ്ങൾ. കുളത്തിൽ നിന്ന് വിട്ട് താഴേക്ക് വീഴുന്ന ഗ്രഹങ്ങൾ, പുല്ലിൽ നിന്ന് പുല്ലിലേക്ക് നീങ്ങുന്ന പ്രാണികൾ, വെളിച്ചം പെട്ടെന്നണയുന്ന നേരം, മുറിവിനു ചുറ്റും നിറയുന്ന ശ്വാസം. കായ്കൾ. പച്ചക്കായ്കൾക്ക് സങ്കടമൊട്ടും സഹിക്കാൻ വയ്യ. ചില്ലകളിൽ കനമായി നിന്ന് അവ അലിയുന്നു, കനിയായി ഉരുകുന്നു. പ്രിയമായതിനെയെല്ലാം മനുഷ്യരോ മേഘമോ ആവട്ടെ ഓർത്തോർത്ത് ഭൂമിയിൽ വീഴുന്നു. പഴങ്ങൾ കഴുകുന്നു, വീണ്ടും വീണ്ടും കഴുകുന്നു. ഉടുപ്പറ്റം കൊണ്ട് തുടയ്ക്കുന്നു. പിഞ്ഞാണത്തിൽ അല്പം വെള്ളമുള്ള ചെരുവത്തിൽ, നാരുകൾ കൊണ്ട് നെയ്ത കൊട്ടയിൽ, മരിച്ചുപോയ ഉമ്മൂമ്മമാരും പിറന്നിട്ടില്ലാത്ത കുഞ്ഞുങ്ങളും ആവും വിധം കഴുകുന്നു. ഉള്ളിൽ നിന്നുതിരും ഉപ്പും ചോരയും പൊടിയും മൂടിയ ഈ പഴങ്ങൾ. എല്ലാ പ്രാർത്ഥനകളും കല്ലറകൾക്കരികത്ത്. നമ്മുടെ മരങ്ങളൊക്കെയും ഉണങ്ങിയിരിക്കുന്നു. വെള്ളത്തിനു മീതെ പൊടി. മണിയോശ പോലെ നേർത്ത് നിലയ്ക്കാതെ അങ്ങേ ചെരുവിൽ നിന്ന് കാറ്റത്ത് ഈറ്റകൾ ഇടറുന്നത് കേട്ടു. കബറുകളിൽ മണ്ണു മൂടുകയായിരുന്നിട്ടും വിതുമ്പുകയായിരുന്നിട്ടും. തേനീച്ചകൾ കല്ലുകളിൽ നിന്ന് മധുരം ശേഖരിച്ചു.
അവ എഴുതിയ വരികൾ കാണാത്ത കബറുകൾക്ക് മീതെ വീഴുന്നു. ഭൂമി എന്നും അത് വായിച്ചു. കുട്ടികൾ വെയിലിനെ നോക്കുന്നത് പോലെ സങ്കടത്തോടെ. ഒരു പക്ഷിക്കൂട്. പ്രാർത്ഥനാ ശകലങ്ങളും ഒരു വെളുത്ത തുണിയും മാത്രം പൊതിഞ്ഞ് മണ്ണിലേക്ക് മടങ്ങിപ്പോയ കുഞ്ഞുങ്ങൾ ഈ മരച്ചില്ലകളിൽ ഭാരമാകുന്നു. തകർന്ന മരച്ചില്ലകൾ ചേർത്തുവെച്ചു ഒരു പക്ഷിക്കൂട്. ഭൂമിയിലായതിനാൽ കിളികൾ അതിൽ പാർക്കുകയില്ല, ഭൂമിയിലല്ലാത്തതിനാൽ മനുഷ്യരും. കരിങ്കല്ല്. എല്ലാ രാത്രിയിലും ഒരേ സ്വപ്നം തന്നെ കണ്ടു. കടലിലേക്ക് താഴ്ന്നു പോകുന്ന കരിങ്കല്ല്. മരിക്കുന്നതുവരെ ആ കല്ലിനടിയിൽ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ആ കല്ലു മാത്രം താഴ്ന്നു പോകുന്നു. കൈകൾ പരസ്പരം. കുഴച്ച പശമണ്ണിൽ കല്ലുകൾ പതിച്ചുവെച്ചു. കല്ലുകൾക്കിടയിൽ ശലഭങ്ങൾ, ശലഭങ്ങൾക്കിടയിൽ മനുഷ്യർ. മനുഷ്യർ മുറുക്കി പിടിച്ചിരിക്കുന്നു അവരുടെ കൈകൾ പരസ്പരം. അടക്കം. കുഴിയെടുക്കേണ്ട കാര്യമില്ല, മണ്ണ് നീക്കേണ്ടതുമില്ല. ഒഴിഞ്ഞ ഒരില മീതെ വയ്ക്കൂ. മരിച്ചുപോയ ശലഭമാണത്. ഉള്ളിലെ തടാകത്തിൽ. തകർന്ന വീടുകളുടെ ഭാരത്തിൽ നിന്ന് താഴെ അമർന്ന കബറുകൾ കണ്ടെത്താനാവില്ല. ഉപ്പുവെള്ളത്തിൽ നിന്ന് ചെടികളോ ചീവീടുകളോ, മരിച്ചു കഴിഞ്ഞവരിൽ നിന്ന് മരിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പുകളോ വേർതിരിക്കാനാവില്ല. പൊള്ളുന്ന ഈ ഭൂമിയുടെ ഉള്ളിലെ തടാകത്തിൽ നോക്കി നിൽക്കൂ, നോക്കി നിൽക്കൂ. നന്ദി. കവിതാ വായനയിൽ അടുത്തതായി ശ്രീമതി ഗിരിജ പാതേക്കർ. കവിതയുടെ പേര് അപ്പൂപ്പൻ താടി. സ്ത്രീകളുടെ ഒരു ട്രാവൽ ഗ്രൂപ്പാണ് അപ്പൂപ്പൻ താടി. ചിറകിനാൽ തുഴയാതെ അലസൻ കാറ്റിനൊപ്പം പറക്കാൻ അപ്പൂപ്പൻ താടിക്കൊപ്പം പുറപ്പെട്ടു പോയി ഞങ്ങൾ. പെരുമഴയത്ത് 20 പേർ, പരസ്പരം ആദ്യമായി കാണുന്നവർ, പല ദിക്കിലുള്ളവർ, പല മട്ടിലുള്ളവർ, പൂത്തുലയുന്നവർ, കടൽ തിര പോലുള്ളവർ, വെയിൽ കുടിച്ചുടൽ പൊള്ളിയടർന്നവർ, കാലത്തിൻ കുതിപ്പിൽ വറ്റി വരണ്ടവർ. എങ്കിലും എന്തൊരത്ഭുതം! കാടു പോകവേ, കാറ്റു കൈത്തലം നീട്ടവേ, കാട്ടുചെമ്പകത്തിൻ മണമാർന്നു മൃദുമേനിയാർന്നവർ. ചുറ്റിലും ഇരുൾപ്പച്ച. ചുറ്റിലും ഇരുൾപ്പച്ച. കാതിൽ വന്നണയുന്നു പക്ഷികൾ പരസ്പരം കൈമാറും സന്ദേശങ്ങൾ. പതിഞ്ഞ താളത്തിൽ നിന്നാവേഗം കുട്ടിക്കൂട്ടി ഇണയെ വിളിക്കുന്ന സുരത സംഗീതങ്ങൾ. അരുവികൾ നീട്ടിപ്പാടും കാട്ടുതോറ്റങ്ങൾ, മുളങ്കാടിൻ സീൽക്കാരങ്ങൾ, മരങ്ങൾ തൻ മർമ്മരങ്ങൾ, അതിവിദൂരമാം ഉൾക്കാട്ടിൽ നിന്നുയരും ഉരൾച്ചകൾ, കുളമ്പിൻ പിടുത്തങ്ങൾ. മരങ്ങൾക്കിടയിലൂടൊലിച്ചു പോകുന്നൊരു മഴയിൽ കുതിർന്നതാം നേർത്തുള്ള ചെമ്മൺപാത. കുഴഞ്ഞ മണ്ണിൽ മഞ്ഞയായി കറുപ്പായി പൊഴിഞ്ഞ ഇലകളിൽ കാട്ടുപുല്ലിൽ നഗ്നപാതരായി നടന്നു ഞങ്ങൾ. മഴയുടെ ജലധാര ഞങ്ങളെ ഞെട്ടിക്കൊണ്ടേയിരുന്നു. പരമാണു ഓരോന്നിലും ഉറവകൾ കിണിഞ്ഞു. തിരികെ നടക്കുമ്പോൾ കണ്ടു ഞങ്ങൾ തൻ തൊടുത്ത പാദങ്ങളെ ചുവപ്പിച്ച ചോരപ്പൂക്കൾ. നടക്കും വഴിനീളെ ഇറ്റിറ്റു വീണിട്ടവ വരച്ചിടുന്നൊരാ പ്രണയഹൃദയങ്ങൾ. പെട്ടെന്ന് പുളഞ്ഞു ഞാൻ. പൊക്കിൽ ചുഴിയിൽ ആരോ വിരൽ തൊടും പോലൊരു തോന്നൽ, നഖമുനയാഴ്ത്തുന്ന നീറ്റൽ. കാടിന്റെ കാവലാൾ ഒരാൾ, അത് അട്ടയായിട്ടാണ് കാടിന്റെ കാവലാളെ, അട്ടയെയാണ് അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പുളഞ്ഞു ഞാൻ. പൊക്കിൽ ചുഴിയിൽ ആരോ വിരൽ തൊടും പോലൊരു തോന്നൽ, നഖമുനയാഴ്ത്തുന്ന നീറ്റൽ. കാടിന്റെ കാവലാൾ ഒരാൾ അതാ നാഭിയിൽ ഉന്മാദമൂർച്ചയിൽ അടരുന്നു. അടർന്ന മുറിവിൽ നിന്നുയർക്കുന്നു. കാലുകൾക്കിടയിലൂടിഴയുന്നു ചുവന്ന നാഗത്താന്മാർ. പെട്ടെന്നിരച്ചെത്തി ഇന്ദ്രിയങ്ങളിൽ. ആദ്യമായി ഹൃദുമതിയായപ്പോൾ അറിഞ്ഞുള്ള ചോരതൻ മണം, നിറം, ഗൂഢമാം ആനന്ദങ്ങൾ. ത്രിസന്ധ്യയിൽ, കാടിന്റെ നഗ്നതയിൽ, എത്രയോ നാളുകൾക്കിപ്പുറം അന്ന് ഞാൻ വീണ്ടും തിരണ്ടു. കവിതയുമായി സദസ്യങ്ങൾ സംവദിക്കാനെത്തുന്നു ശ്രീമതി രഗീല സജി. നമസ്കാരം. കവിത 2 യോനികൾ. അവ 2 യോനികളായിരുന്നു. അകലെയിരുന്ന് ഞാനവരെ ശ്രദ്ധിച്ചു. 2 ആളും ഏതോ സെമിത്തേരിയിൽ നിന്നിറങ്ങി വന്നതാണ്.
കടൽക്കര ആയതിനാലും ഇരുട്ടായതിനാലും അവർ സ്വതന്ത്രരായിരുന്നു. വെള്ളത്തിൽ നിന്നും കയറി വരുന്ന ഞണ്ടിനെ അവർ വെറുപ്പോടെ നോക്കി. തിരയിലേക്ക് ചിറക് വിടർത്തി നിലാവിനെ കണ്ടു. മണൽത്തരികൾ നാക്കുനീട്ടി തൊട്ടു. കപ്പൽ ഞരക്കങ്ങൾ ഉൾക്കാമ്പുകളിൽ പ്രതിധ്വനിച്ചു. ചെറുമീനുകൾ വാലുരുമ്മി നിന്നു. ആദ്യമായി റഫ്ലേഷ്യ പുഷ്പം കണ്ട മാതിരി ഗ്രഹങ്ങൾ സഞ്ചാരപഥങ്ങളിൽ നിന്നൂർന്നു. സാക്ഷികൾ ആരുമില്ലായിരുന്നെങ്കിൽ ഞാനും ഭയക്കുമായിരുന്നു. സാക്ഷികൾ ആരുമില്ലായിരുന്നെങ്കിൽ ഞാനും ഭയക്കുമായിരുന്നു. ഭയത്തിനേക്കാൾ വലിപ്പമുള്ളൊരു കടൽ, കടൽ നിറയെ 2 യോനികൾ, അവയ്ക്ക് മീതെ മുറിച്ചന്ദ്രൻ, ചോട്ടിൽ ജലശരീരം. നിലാവ് മായുന്നു. യോനികളുടെ ഉയരങ്ങൾക്ക് മീതെ സൂര്യൻ ചുവക്കുന്നു. മൂർച്ചയുടെ വെളിച്ചം കടലുപ്പിൽ കലരുന്നു. കടൽ തണുപ്പിന്റെ കോശങ്ങൾ കരയിലേക്ക് അടിയുമ്പോൾ യോനികൾ മടങ്ങാൻ കരുതുന്നു. നിലാവ് മായുന്നു. യോനികളുടെ ഉയരങ്ങൾക്ക് മീതെ സൂര്യൻ ചുവക്കുന്നു. മൂർച്ചയുടെ വെളിച്ചം കടലുപ്പിൽ കലരുന്നു. കടൽ തണുപ്പിന്റെ കോശങ്ങൾ കരയിലേക്ക് അടിയുമ്പോൾ യോനികൾ മടങ്ങാൻ കരുതുന്നു. സാക്ഷികൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയുമായിരുന്നില്ല. സെമിത്തേരിയിലേക്കല്ല, കാഴ്ചയ്ക്കപ്പുറത്തെ 2 വീടുകളിലേക്ക്, 2000 വീടുകളുടെ പിന്നാമ്പുറത്തേക്കാണ് അവ പോയത്. സാക്ഷികൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് നിങ്ങളോട് പറയുമായിരുന്നില്ല. സെമിത്തേരിയിലേക്കല്ല, കാഴ്ചയ്ക്കപ്പുറത്തെ 2 വീടുകളിലേക്ക്, 2000 വീടുകളുടെ പിന്നാമ്പുറത്തേക്കാണ് അവ പോയത്. ഒരു കവിത കൂടി വായിക്കുന്നു. മാളം. മീൻ നന്നാക്കാൻ അടുക്കള മുറ്റത്ത് അമ്മ പതിവായി ഇരിക്കാറുള്ള ഒരിടമുണ്ട്. അമ്മയ്ക്ക് അഭിമുഖമായി മതിലിലൊരു പൊത്ത്. പാമ്പിന്റെയോ പെരുച്ചാഴിയുടെയോ എലിയുടെയോ മാളമാണത്. പാമ്പിന്റെയോ പെരുച്ചാഴിയുടെയോ എലിയുടെയോ മാളമാണത്. അമ്മയ്ക്കൊപ്പം പൂച്ചയും ഇടയ്ക്കിടെ പൊത്തിലേക്ക് നോക്കും. ഇരുട്ട് പെറ്റുകൂട്ടിയ അതിന്റെ അകത്ത് നിന്ന് ഒരൊച്ചയും ഈ നാൾ വരെ കേട്ടിട്ടില്ല. രഹസ്യങ്ങൾ അടക്കം ചെയ്ത ഏതോ ഒരു മറുലോകം. അതിനകത്ത് നിന്ന് ഏതോ ഒരു ജീവി നമ്മളെ കാണുന്നുണ്ടാവും. അതിന്റെ ഭാഷയും മൗനവും വെളിച്ചത്ത് വരുന്നത് ആരും അറിയാത്തതാവണം. അതിന്റെ സംഗീതം നമ്മളുടെ കേൾവിയിൽ പാട്ടായി തിരിയാത്തതാവണം. അതിന്റെ ആഘോഷങ്ങളുടെ രാവ് നമ്മൾ ഉറങ്ങിത്തീർക്കുന്നുണ്ടാവണം. മീൻ നന്നാക്കിയ ചട്ടി പുറത്തിട്ട് അമ്മ മാളത്തിലേക്ക് ഇഴയുന്ന ഒരു സ്വപ്നം എന്നെ അസ്വസ്ഥയാക്കി. എല്ലാവരും ഉറങ്ങുന്നുവെന്നുറപ്പിച്ച് ശ്വാസമടക്കി ഞാനതിലേക്കിഴഞ്ഞു. എല്ലാവരും ഉറങ്ങുന്നുവെന്നുറപ്പിച്ച് ശ്വാസമടക്കി ഞാനതിലേക്കിഴഞ്ഞു. അച്ഛനില്ലാത്ത കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെടാൻ പാടില്ല. നന്ദി. ശ്രീ CS രാജേഷിനെ കവിതാവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 2 ചെറിയ കവിതകൾ അവതരിപ്പിക്കാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത് വായിക്കുന്നതാണ്. കളി. കുറച്ചു കുട്ടികൾ TV കണ്ടിരിക്കുന്നു. പതിവ് മാട്രിമോണിയൽ പരസ്യമപ്പോൾ വരുന്നു. ഇനി മാട്രിമോണി പന്തയം കളിച്ചാലോ എന്നതിലൊരാൾ. അടുത്ത മാട്രിമോണി വരുന്നവർ ജയിക്കും, അത് വരാത്തവർ തോറ്റ് തുപ്പിയിടും. അക്കളി പാസായി. പല ചാനൽ ഞെക്കി. ചില കൂട്ടം കുട്ടികൾ മാറി മാറി ജയിച്ചു. കളിയിൽ തോറ്റവർ എത്തമിട്ട് വലഞ്ഞു. ഒട്ടും ജയിക്കാഞ്ഞോർ മുട്ടുകാലിലിഴഞ്ഞു. മുട്ടുനീറി ഉള്ളും നീറി തല കുനിഞ്ഞിരുന്നു.
നമ്മുടെ ജാതിക്കാരുടെ പരസ്യമെന്നാവും വരിക. അവരെല്ലാം വീടുകളിൽ അന്വേഷിച്ച് കരച്ചിലായി. പോയി കളി പിള്ളാരെന്ന് ഉത്തരം മുട്ടി മുതിർന്നവർ. ആ കളി പേടിച്ച് കളിക്കാനേ പോകാതെയായി. രണ്ടാമത്തെ കവിത ചൊല്ലുന്നതാണ് നീ പോകെ എന്ന പ്രണയ കവിത. നീ പോകേ നീ പോകേ നീ പോകേ പുഴവറ്റിയ പോലെ, നീ പോകേ മഴ വീണതുപോലെ, നീ പോകേ പുഴവറ്റിയ പോലെ, നീ പോകേ മഴ വീണതുപോലെ, നീ പോകേ നിലാവു കെട്ടതുപോലെ, നീ പോകേ നിലാവു കെട്ടതുപോലെ, നീ പോകേ വെയിലിൽ പെട്ടതുപോലെ, നീ പോകേ വെയിലിൽ പെട്ടതുപോലെ, നീ പോകേ നീ പോകേ പെട്ടെന്നൻ ചില്ലകളിൽ പൂക്കൾ വിരിയാതായി, പെട്ടെന്നൻ ശാഖികളിൽ കിളികൾ പാടാതായി, പെട്ടെന്നൻ ചില്ലകളിൽ പൂക്കൾ വിരിയാതായി, പെട്ടെന്നൻ ശാഖികളിൽ കിളികൾ പാടാതായി, ഇലകൾ വേനൽ തീയിൽ കത്തുകയായി, വേരായ വേരുകളേതോ ലാവയിലുരുകുകയായി, ഇലകൾ വേനൽ തീയിൽ കത്തുകയായി, വേരായ വേരുകളേതോ ലാവയിലുരുകുകയായി, വേരായ വേരുകളേതോ ലാവയിലുരുകുകയായി, നീ പോകേ നീ പോകേ ഞാൻ നോക്കും കുടയോരൊന്നും കാറ്റിൽ കാണാതായി, ഞാനിട്ട ചെരുപ്പു തുളയ്ക്കും മുന്നുകൾ തീരാതായി, ഞാൻ നോക്കും കുടയോരൊന്നും കാറ്റിൽ കാണാതായി, ഞാനിട്ട ചെരുപ്പു തുളയ്ക്കും മുള്ളുകൾ തീരാതായി, ഞാൻ എഴുതും വാക്കുകളൊന്നും തീരെ തെളിയാതായി, എൻ കൈപ്പട എനിക്കു പോലും തീരെ തിരിയാതായി, ഞാൻ എഴുതും വാക്കുകളൊന്നും തീരെ തെളിയാതായി, എൻ കൈപ്പട എനിക്കു പോലും തീരെ തിരിയാതായി, എൻ കൈപ്പട എനിക്കു പോലും തീരെ തിരിയാതായി, നീ പോകേ നീ പോകേ ഒരു വഴിയും ഒരിടത്തേക്കും എന്നെ വിളിക്കാതായി, ഒരിടത്തും ഒരു വഴിയേയും പോകാനില്ലാതായി, ഒരു വഴിയും ഒരിടത്തേക്കും എന്നെ വിളിക്കാതായി, ഒരിടത്തും ഒരു വഴിയേയും പോകാനില്ലാതായി, ഒരു പാട്ടും ഒരു കൊട്ടും പിന്നെന്റേതല്ലാതായി, ഒരു മണവും ഒരു രുചിയും പിന്നെന്റേതല്ലാതായി, ഒരു പാട്ടും ഒരു കൊട്ടും പിന്നെന്റേതല്ലാതായി, ഒരു മണവും ഒരു രുചിയും പിന്നെന്റേതല്ലാതായി,
ഒരു മണവും ഒരു രുചിയും പിന്നെന്റേതല്ലാതായി. നീ പോകേ നീ പോകേ നീ പോകേ പുഴവത്തിയ പോലെ, നീ പോകേ മഴ വീണതുപോലെ, നീ പോകേ പുഴവത്തിയ പോലെ, നീ പോകേ മഴ വീണതുപോലെ, നീ പോകേ നിലാവ് കെട്ടതുപോലെ, നീ പോകേ നിലാവ് കെട്ടതുപോലെ, നീ പോകേ വെയിലിൽ പെട്ടതുപോലെ, നീ പോകേ വെയിലിൽ പെട്ടതുപോലെ, നീ പോകേ നീ പോകേ. നന്ദി, സ്നേഹം, സന്തോഷം. കവിതയുമായി എത്തുന്നു ശ്രീ രതീഷ് കൃഷ്ണ. രാജേട്ടൻ്റെ ഒരു അടിപൊളി കവിത, സർപ്രൈസിന്റെ കുരിപ്പഴി സാറ്. മുന്നിലും പിന്നിലിരിക്കുന്ന പലരെയും എനിക്ക് ചെറുപ്പം മുതൽ തന്നെ അറിയാം. കവിത എഴുതി തുടങ്ങിയിട്ട് 10-23 വർഷമായി. ഇപ്പോഴാണ് ആൾക്കാരെ കാണിക്കുന്നത്. വളരെ സന്തോഷം. ഓക്കെ, ഞാൻ ഈ കവിതയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയണമെന്നുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ കവിത എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ പെരിഫറലായിട്ട് പറയല്ല. ഒന്നുകിൽ പൊളിറ്റിക്സ് കൂടിപ്പോയി, സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ളൊരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ സൗന്ദര്യം രാഷ്ട്രീയത്തെ ഹൈഡ് ചെയ്യുന്നു എന്ന പ്രോബ്ലം വരുന്നു. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കവിത എഴുതുന്നവര് എക്കാലത്തും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങേണ്ടവരാണ് എന്ന ഒരു പൊതുബോധം നമുക്കിടയിലുണ്ട്. മാത്രമല്ല, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ മാനങ്ങളൊക്കെ മാറുകയും കവിത ഒരു പ്രതിപക്ഷത്തായി തീരുകയും ചെയ്യാറുമുണ്ട്. ഈവൻ കുമാരനാശാന്റെ വരെ. പക്ഷെ എന്നിട്ടും രാഷ്ട്രീയ കവിതകൾ, പ്രത്യക്ഷ രാഷ്ട്രീയ കവിതകൾ എഴുതാൻ ഞങ്ങളെപ്പോലുള്ളവർ തയ്യാറാവുന്നത് മനുഷ്യനോടും മറ്റു ജീവജാലങ്ങളോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അങ്ങനൊരു കവിതയാണിത്. ഇത് എഴുതുന്നത് നമ്മുടെ കാർഷിക ബില്ലുകൾക്കെതിരെ കർഷകർ നടത്തിയ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. എനിക്ക് അവരോടൊത്ത് നിൽക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഹൃദയം കൊണ്ട്. പക്ഷെ ആ കാലത്ത് ഞാൻ ആങ്സൈറ്റിയിൽ പെടുകയും കുറെ ട്രീറ്റ്മെന്റുകളുമായി പോവുകയും ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് വളരെ ദുഃഖം തോന്നി. എൻ്റെ ഹൃദയം ആ കർഷകരോടൊത്തായിരുന്നു. അപ്പൊ എൻ്റെ കയ്യില് അവർക്ക് വേണ്ടി ചെയ്യാൻ ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി ആ കവിതയിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം, ഒരു പുലർച്ചയ്ക്ക് ഡൽഹിയിലേക്ക് കർഷകർ അവരുടെ വളർത്തുമൃഗങ്ങളുമായി സമരം ചെയ്യാൻ ഇറങ്ങുന്നു. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത്. കാരണം തോക്കുകളും പീരങ്കിയും പട്ടാളവുമുള്ള ഗവൺമെന്റ്, എന്തിനേയും വിലക്കെടുക്കാൻ കഴിയുന്ന കോർപ്പറേറ്റുകൾ, അവർക്കെതിരെ അവരുടെ ചെറിയ മൃഗങ്ങളുമായി കർഷകർ സമരത്തിലിറങ്ങുന്നു. വളരെ വിചിത്രമായി തോന്നി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ സമരം പരാജയപ്പെടില്ലെന്ന്. ആ കാലത്ത് അവർക്ക് വേണ്ടി പേറുക വന്നി പന്തങ്ങൾ അല്ലെങ്കിൽ ബലികുടീരങ്ങളെ പോലെ അതിശക്തമായ ഒരു കവിത എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ട് എഴുതിയതാണത്. മാത്രമല്ല, എല്ലാത്തിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെന്ന, എന്തിനേയും വില കൊടുത്തു വാങ്ങി ഷോക്കേസിലാക്കാൻ പറ്റുമെന്ന ഒരു കോർപ്പറേറ്റ് യുക്തിയെ തകർക്കണമെന്നും ഭാഷയെ അതിൻ്റെ ശരിയായ ദിശയിലേക്ക്, നിഗൂഢമായ സഞ്ചാരങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മലയാള അക്ഷരങ്ങൾ എത്രയോ കാലത്തെ വിഴുപ്പും മുറിവുകളും ഏറ്റതാണെന്ന് എനിക്കറിയാം.
ആ കർഷകരെ പോലെ എന്തും സാധ്യമാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഭാഷയിൽ എന്തും ചെയ്യാൻ പറ്റും, ഭാഷയ്ക്ക് പരിധികളില്ല എന്നും ഭാഷയ്ക്ക് പരിധിയുണ്ടെങ്കിൽ അതിനെ എൻ്റെ ഭാവന കൊണ്ട് മറികടക്കാൻ കഴിയും, ഒരു കവിക്ക് എന്തും സാധിക്കുമെന്നും ഉള്ള ഒരു അഗാധമായ ഒരു സൂപ്പർമാൻ ബോധത്തിൽ നിന്നാണ് ഈ കവിത എഴുതിയത്. ഈ കവിതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല, പക്ഷെ ഒരു കവിത അതിൻ്റെ സ്ട്രക്ചറിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നീ പറയണമെന്ന് അസീം തന്നോട് നീ ചായ കുടിക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കവിതയെല്ലാം. കവിതയുടെ പേര് ഇപ്പോൾ പുലി മാനുകൾക്കിടയിൽ നെയ്യുന്നു. ഇപ്പോൾ പുലി മാനുകൾക്കിടയിൽ നെയ്യുന്നു. ഞാൻ മലയിറങ്ങുന്നു, താഴ്വാരയിൽ വാക്കുകൾ ഒഴുകുന്നു, പൂക്കുന്നു, നെയ്യുന്നു. ഞാൻ മലയിറങ്ങുന്നു, താഴ്വാരയിൽ വാക്കുകൾ ഒഴുകുന്നു, പൂക്കുന്നു, നെയ്യുന്നു. ഞാൻ രണ്ടക്ഷരങ്ങളെ ചേർത്തൊരു കുസൃതി നെയ്യുന്നു. ഞാൻ രണ്ടക്ഷരങ്ങളെ ചേർത്തൊരു കുസൃതി നെയ്യുന്നു. കൂട്ടമായി മേയുന്നവയെ ചിന്നിച്ചിതറിച്ച് പുലി കുതിക്കുന്നു. അഹിംസ എന്ന വാക്കിനായി ഞാൻ അക്ഷരങ്ങൾ തിരയുന്നു. അഹിംസ എന്ന വാക്കിനായി ഞാൻ അക്ഷരങ്ങൾ തിരയുന്നു. അത് മാർക്കറ്റിൽ സുലഭമെന്ന് ഒരു ദേവത. അത് മാർക്കറ്റിൽ സുലഭമെന്ന് ഒരു ദേവത. ഞാൻ തിരയുന്നു. ചോരയിൽ നിന്ന് ആ, ചോരയിൽ നിന്ന് ആ, മാംസത്തിൽ നിന്ന് ഹിം, എല്ലുകൾക്കിടയിൽ നിന്ന് സായം കണ്ടെടുക്കുന്നു. ഞാൻ തിരയുന്നു. ചോരയിൽ നിന്ന് ആ, മാംസത്തിൽ നിന്ന് ഹിം, എല്ലുകൾക്കിടയിൽ നിന്ന് സായം കണ്ടെടുക്കുന്നു. ഇപ്പോൾ പുലി മാനുകൾക്കിടയിൽ നെയ്യുന്നു. ഇപ്പോൾ പുലി മാനുകൾക്കിടയിൽ നെയ്യുന്നു. വാക്കുകളെ അതിൻ്റെ ആകാശത്തിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാമെന്ന് ഞാൻ കരുതുന്നു. വാക്കുകളെ അതിൻ്റെ ആകാശത്തിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകാമെന്ന് ഞാൻ കരുതുന്നു. ദൈവം എത്ര ആശയക്കുഴപ്പത്തിൽപ്പെട്ടിരിക്കും അക്ഷരങ്ങളുടെ നിർമ്മിതിക്ക് ശേഷം. ദൈവം എത്ര ആശയക്കുഴപ്പത്തിൽപ്പെട്ടിരിക്കും അക്ഷരങ്ങളുടെ നിർമ്മിതിക്ക് ശേഷം. ദേഷ്യം കൊണ്ട് അതിനെ കലക്കി മറിച്ചിരിക്കാം. തന്നേക്കാൾ മനോഹരമായി അതിനെ മെരുക്കുന്ന വാൽമീകിയെയും കാളിദാസനെയും വാസനെയും എഴുത്തച്ഛനെയും പ്രഹരിച്ചിരിക്കാം. മരമെന്നെഴുതി അതിനു താഴെ ഞാൻ തണൽ കൊള്ളുന്നു. മരമെന്നെഴുതി അതിനു താഴെ ഞാൻ തണൽ കൊള്ളുന്നു. മൗനം കൂടെയിരിക്കുന്നു. മൗനം കൂടെയിരിക്കുന്നു. ഒരു ചെന്നായ വരുന്നു. അവൾക്ക് വിശക്കുന്നതായി ഞാൻ അറിയുന്നു. വിശപ്പിന്റെ ഭാഷയ്ക്ക് ലിപികളില്ലെന്നും. ഒരു ചെന്നായ വരുന്നു. അവൾക്ക് വിശക്കുന്നതായി ഞാൻ അറിയുന്നു. വിശപ്പിന്റെ ഭാഷയ്ക്ക് ലിപികളില്ലെന്നും. ഞാനൊരു വെജിറ്റബിൾ ബിരിയാണി അവൾക്ക് എഴുതി കൊടുക്കുന്നു. ഞാൻ ഒരു വെജിറ്റബിൾ ബിരിയാണി അവൾക്ക് എഴുതി കൊടുക്കുന്നു. പ്രാചീനമായ ഓരിയിടലുകളാൽ അവൾ നന്ദി അറിയിക്കുന്നു. പ്രാചീനമായ ഓരിയിടലുകളാൽ അവൾ നന്ദി അറിയിക്കുന്നു. നഗരം അടഞ്ഞു കിടക്കുന്നു. നഗരം അടഞ്ഞു കിടക്കുന്നു. വാക്കുകളുടെ വ്യാപാരികൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. വാക്കുകളുടെ വ്യാപാരികൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. കച്ചവടക്കാരായ സർക്കാർ അക്ഷരങ്ങളുടെയും വാർത്തകളുടെയും വില കുറച്ചിരിക്കുന്നു. കച്ചവടക്കാരായ സർക്കാർ അക്ഷരങ്ങളുടെയും വാർത്തകളുടെയും വില കുറച്ചിരിക്കുന്നു. പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിൽ പ്രായമുള്ളവർ മാസ്ക് അണിഞ്ഞിരിക്കുന്നു. അവർക്ക് 60കളിലെ ഒരു സിനിമാ ഗാനം എഴുതി കൊടുത്താലോ? പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഇടങ്ങളിൽ പ്രായമുള്ളവർ മാസ്ക് അണിഞ്ഞിരിക്കുന്നു. അവർക്ക് 60കളിലെ ഒരു സിനിമാ ഗാനം എഴുതി കൊടുത്താലോ?
പോലീസ് അരികിലേക്ക് വരുന്നു. ഞാൻ കൊമ്പുള്ള ഒരു വെളുത്ത കുതിരയെ എഴുതിയെടുത്ത് രക്ഷപ്പെടുന്നു. ഞാൻ കടലിലേക്ക് പോകുന്നു. ഞാൻ കടലിലേക്ക് പോകുന്നു. മുക്കുവർ എനിക്ക് ചുറ്റും കൂടുന്നു. മുക്കുവർ എനിക്ക് ചുറ്റും കൂടുന്നു. ഞാൻ അവരുടെ വള്ളത്തിലും വലയിലും തൊടുന്നു. വാക്കുകളില്ലാത്ത ദിക്കിലേക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. ചാകരയുമായി അവർ തിരികെ എത്തുന്നു. അവർക്ക് മുൻപേ പോലീസ് എത്തുന്നു. അവർക്ക് പിന്നിൽ കടൽ കൊള്ളക്കാരും. ചാകരയുമായി അവർ തിരികെ എത്തുന്നു. അവർക്ക് മുൻപേ പോലീസ് എത്തുന്നു. അവർക്ക് പിന്നിൽ കടൽ കൊള്ളക്കാരും. എന്തെഴുതണമെന്നറിയാതെ ഞാൻ മണൽപ്പുറത്തിരിക്കുന്നു. എന്തെഴുതണമെന്നറിയാതെ ഞാൻ മണൽപ്പുറത്തിരിക്കുന്നു. തിരമാലകൾ എന്ന വാക്ക് എൻ്റെ പാദം നനയ്ക്കുന്നു. തിരമാലകൾ എന്ന വാക്ക് എൻ്റെ പാദം നനയ്ക്കുന്നു. ഞാൻ വയലുകളിലേക്ക് പോകുന്നു. ഞാൻ വയലുകളിലേക്ക് പോകുന്നു. ഉണങ്ങിയ നെൽച്ചെടികൾക്കിടയിൽ പരസ്യപ്പലകകൾ തൂങ്ങുന്നു. ഉണങ്ങിയ നെൽച്ചെടികൾക്കിടയിൽ പരസ്യപ്പലകകൾ തൂങ്ങുന്നു. ചിലപ്പോഴൊക്കെ ഒരു കവി കവിതയിൽ ശരിയായ വാക്ക് ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം. ചിലപ്പോഴൊക്കെ ഒരു കവി തന്റെ കവിതയിൽ ശരിയായ വാക്ക് ഉപയോഗിക്കുമെന്ന് എനിക്കറിയാം. ഞാനത് തിരയുന്നു. കർഷകന്റെ പാദങ്ങളിൽ നിന്ന് സായും, ഹൃദയത്തിൽ നിന്ന് മായും, ശിരസിൽ നിന്ന് രം എന്ന അക്ഷരവും കണ്ടെടുത്ത് ഞാൻ ചേർത്തെഴുതുന്നു. കർഷകന്റെ പാദങ്ങളിൽ നിന്ന് സായും, ഹൃദയത്തിൽ നിന്ന് മായും, ശിരസിൽ നിന്ന് രം എന്ന അക്ഷരവും കണ്ടെടുത്ത് ഞാൻ ചേർത്തെഴുതുന്നു. അനന്തരം വയലുകളിൽ നിന്ന് ട്രാക്ടറുകൾ നഗരത്തിലേക്ക് തിരിക്കുന്നു. അനന്തരം വയലുകളിൽ നിന്ന് ട്രാക്ടറുകൾ നഗരത്തിലേക്ക് തിരിക്കുന്നു. സന്ധിയില്ലാത്ത ഒരു സമരം ഗർജിക്കുന്നു. താങ്ക് യു. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ ബി യേശുദാസ്. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നമസ്കാരം. ഒരു പഴയ കവിതയാണ്, കാട് പ്രണയം വിലാപം എന്നൊരു കവിത. കാട്ടാറിൽ കാലുകളിട്ട കല്ലിലിരുന്നില്ലേ, പാടി പാടി കാട്ടാറങ്ങനെ വിരൽകളിലൂടെ കയറി കയറി നമുക്കുമീതെ കവിഞ്ഞുപോയില്ലേ. കാട്ടാറിൽ കാലുകളിട്ട കല്ലിലിരുന്നില്ലേ, പാടി പാടി കാട്ടാറങ്ങനെ വിരൽകളിലൂടെ കയറി കയറി നമുക്കുമീതെ കവിഞ്ഞുപോയില്ലേ. കാടു ചലിച്ചു മതിച്ചും കൊണ്ട് നമ്മെ വിഴുങ്ങിയൊരോർമ്മയിലൂടെ നടപ്പില്ലേ ഒരു താലോലത്തിൻ മഴ വിരിയുന്നവയിൽ. കാടു ചലിച്ചു മതിച്ചും കൊണ്ട് നമ്മെ വിഴുങ്ങിയൊരോർമ്മയിലൂടെ നടപ്പില്ലേ ഒരു താലോലത്തിൻ മഴ വിരിയുന്നവയിൽ. ബോധത്തിൻ നരവ്യാമോഹത്തിൻ മണൽ തരിപ്പുകളില്ലാതെ ഇതു ചതി ഇതു ദുര ഇതു തേരാപ്പക ഇതു കാടിതു നദീതു നാമെന്നും അറിയാതേതോ ഒന്നിനുള്ളിൽ മറന്നിരിക്കും വഴക്കമായില്ലേ. ബോധത്തിൻ നരവ്യാമോഹത്തിൻ മണൽ തരിപ്പുകളില്ലാതെ ഇതു ചതി ഇതു ദുര ഇതു തേരാപ്പക ഇതു കാടിതു നദീതു നാമെന്നും അറിയാതേതോ ഒന്നിനുള്ളിൽ മറന്നിരിക്കും വഴക്കമായില്ലേ. പ്രിയതമൊരൈതിഹ്യത്തിൻ പ്രണയപ്പൊരുളായി കൊത്തിയെടുക്കാമെന്നു തുടുത്തില്ലേ. പ്രിയതമൊരൈതിഹ്യത്തിൻ പ്രണയപ്പൊരുളായി കൊത്തിയെടുക്കാമെന്നു തുടുത്തില്ലേ. ദുരൂഹജീവൽക്കയങ്ങളിൽ നിന്നൂറിക്കൂടിയൊരിരുൾ തണുപ്പിൻ ഭീതികൾ മെല്ലെ പതഞ്ഞൊഴിഞ്ഞില്ലേ.
ദുരൂഹജീവൽക്കയങ്ങളിൽ നിന്നൂറിക്കൂടിയൊരിരുൾ തണുപ്പിൻ ഭീതികൾ മെല്ലെ പതിഞ്ഞൊഴിഞ്ഞില്ലേ. ആറും കാടും കാറ്റും മണവും പുലരികൾ ഉച്ചകൾ സന്ധ്യകൾ പാട്ടുകൾ നിരവധി ജന്മ പരമ്പര പോലെ പ്രാണനമുക്കി അലക്കിയെടുക്കെ ഒരു വെള്ളാരം കല്ലിൻ മിനുസം ഉള്ളിലറിഞ്ഞു തിരിക്കാനായതുമോർമ്മയിലുണ്ടതി ഗാഠമൊരോർമ്മ. ആറും കാടും കാറ്റും മണവും പുലരികൾ ഉച്ചകൾ സന്ധ്യകൾ പാട്ടുകൾ നിരവധി ജന്മ പരമ്പര പോലെ പ്രാണനമുക്കി അലക്കിയെടുക്കെ ഒരു വെള്ളാരം കല്ലിൻ മിനുസം ഉള്ളിലറിഞ്ഞു തിരിക്കാനായതുമോർമ്മയിലുണ്ടതി ഗാഠമൊരോർമ്മ. ഒരു നാൾ പിന്നെയുമേതോ വ്യഥകൾ ചുഴറ്റി അലസിയ ജീവിതമെറ്റിത്തനിയെ ആറും കാടും കാറ്റും മണവും ഋതുവിന്യാസക്കാവും തേടി ആവിലമത്തുമ്പോൾ കള്ളം പോലെ കല്ലുകൾ മാത്രം സ്വപ്നം പോലെ മാഞ്ഞു വെള്ളം ബന്ധുത പോലെ അഴുകിയ കുഴികൾ ചുടുനിശ്വാസ ചുഴലികൾ ചൂടി ദുർമൃതി ചുറ്റിയ പ്രണയം പോലെ കാടുകരിഞ്ഞു മലർന്നു കിതപ്പൂ. ഒരു നാൾ പിന്നെയുമേതോ വ്യഥകൾ ചുഴറ്റി അലസിയ ജീവിതമെറ്റിത്തനിയെ ആറും കാടും കാറ്റും മണവും ഋതുവിന്യാസക്കാവും തേടി ആവിലമത്തുമ്പോൾ കള്ളം പോലെ കല്ലുകൾ മാത്രം സ്വപ്നം പോലെ മാഞ്ഞു വെള്ളം ബന്ധുത പോലെ അഴുകിയ കുഴികൾ ചുടുനിശ്വാസ ചുഴലികൾ ചൂടി ദുർമൃതി ചുറ്റിയ പ്രണയം പോലെ കാടുകരിഞ്ഞു മലർന്നു കിതപ്പൂ. നന്ദി. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ ടി വിനോദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ കവിതയുടെ പേര് വീട് വീണ്ടും എന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു വീടിൻ്റെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു ഭാരമുള്ള അനുഭവവും അതോടൊപ്പം നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ പണ്ട് ജീവിച്ച ജീവിതം കൂടി വന്നു ചേർന്നിട്ടാണ് നമ്മുടെ വർത്തമാനകാലം ഉണ്ടാവുന്നത് എന്ന ഒരു ആലോചനയും ചേർന്ന് എഴുതിയൊരു കവിതയാണ്. കവിതയുടെ പേര് വീട് വീണ്ടും. ഭൂഗോളത്തിന്റെ ശാന്തഗംഭീരമായ വളവിന്റെ 5000 കിലോമീറ്ററുകൾക്കപ്പുറത്തെ നോക്കത്താ മറവിൽ വേറെയൊരു രാജ്യത്ത് വേറെയൊരു കാലത്ത് വാടക വീടായിരുന്ന കെട്ടിടത്തെ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിൽ ഉറ്റുനോക്കി ഞാൻ ഇരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എഴുതി വച്ച ഒരു വാക്യത്തിൽ കവിതയുണ്ടോ എന്ന് നോക്കുന്നത് പോലെ വീടിനെയും പരിസരത്തെയും പല ദിശകളിൽ നിന്ന് പല ദൂരങ്ങളിൽ നിന്ന് നീക്കിയും ചെരിച്ചും നോക്കുവാൻ സാധിക്കുന്നു സ്ക്രീനിൽ എനിക്ക്. നേരിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സാധിക്കാതിരുന്ന വിധത്തിൽ വീടിനെ തോന്നുംപടി കൈകാര്യം ചെയ്യുന്നതിന്റെ ഡിജിറ്റൽ ലീല എന്നെ ആഹ്ലാദിപ്പിക്കുന്നു. ഒരു കവിതയിലേതുപോലെ കണക്കിന്റേതും ജാമിതിയുടേതുമല്ലാത്ത അനുപാതങ്ങളിൽ. സ്ട്രീറ്റ് വ്യൂ ഫോട്ടോയിൽ വീടിന്റെ മുൻചുമരിൽ വെളിച്ചത്തിന്റെ ഒരു ത്രികോണം. വെയിലിൻ്റേത് വൈകുന്നേരത്തെ പിന്മാറ്റമോ രാവിലത്തെ കടന്നുവരവോ എന്ന് തീർച്ചപ്പെടുത്താനാവുന്നില്ല. ജീവിതവും ഓർമ്മയും ചേരുന്നിടത്തെ അനിശ്ചിതത്വം പോലെ തന്നെ. റോഡോരത്തെ പാർക്കിലെ സിമന്റ് ബെഞ്ചിൽ ഒരു പൂച്ച. നിശ്ചലത ഒരു ജീവിയാണെങ്കിൽ അത് നടക്കുന്നത് ഇതുപോലെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുമായിരുന്ന പൂച്ചകളിൽ ഒരു പൂച്ച. പെട്ടെന്നത് അനങ്ങിയതായി എനിക്ക് തോന്നി. ഫോട്ടോയിലെ പൂച്ച അനങ്ങാനോ എന്ന് സ്വയം ശകാരിക്കുന്നതിനിടയിൽ അതിലും അവിശ്വസനീയമായ വേറൊരു അത്ഭുതം നടന്നു. മാർക്കറ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന 14-ാം നമ്പർ ബസ് വീടിനെതിരെയുള്ള സ്റ്റോപ്പിൽ പാഞ്ഞെത്തി നിന്ന് ഹോണടിച്ചു. കാണുമ്പോൾ കൈപൊക്കി നമസ്തേ എന്ന് പറയുമായിരുന്ന അതേ ഡ്രൈവർ ഇപ്പോഴും അതുതന്നെ ചെയ്തു. ബസ് പോയ വഴി നോക്കിയിരുന്നപ്പോൾ അതാ വീടിന്റെ മതിൽ മൂല പൊളിഞ്ഞത് അന്നത്തെ പോലെ അതേപോലെ നിലനിൽപ്പുണ്ട്. ആ ഒരു രാത്രിയെ ഇപ്പോഴും മറക്കാതിരുന്നത് എന്തിനെന്ന് മനസ്സിലായി വരുന്നു. രാത്രിയുടെ 2:30 ഉറക്കത്തെ മതിലിലിടിച്ച കാറിന്റെ ശബ്ദം
ഞെട്ടിച്ചുണർത്തിയ ശിശിരത്തിന്റെ ശീതരാത്രി. ആരും വിശ്വസിക്കാനിടയില്ലല്ലോ എന്ന വേവലാതി വേദനിപ്പിക്കുന്ന പേടി കുടുങ്ങിയ മുഖത്തോടെ മദ്യം മണക്കുന്ന പദങ്ങളാൽ അയാൾ പറഞ്ഞത്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് അയാളെ വിടാതെ പിന്തുടരുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഭയന്ന് വെട്ടിയൊഴിഞ്ഞതാണ് കാറ് മതിലിലിടിച്ചത് എന്നതായിരുന്നു. അതെ ബ്രോ, എനിക്കിപ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിടത്ത് ബാക്കി വെച്ച ജീവിതം ദിശകളെയും വേഗതകളെയും സംഭാവ്യതകളെയും കുറിച്ചുള്ള നമ്മുടെ അനുമാനങ്ങളെ പേടിപ്പിക്കുന്ന വിധത്തിൽ പിശകാക്കിക്കൊണ്ട് എവിടെയും എപ്പോഴും നമ്മളെ പിന്തുടരാം എന്ന് ബോധ്യപ്പെട്ട ഇവിടെ ഇപ്പോൾ ഈ സ്ക്രീനിന് മുന്നിൽ. നന്ദി. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ ശ്രീജിത്ത് പെരുന്തച്ചൻ. കവിതയുടെ പേര് ശ്രീജയും റോസി. എന്റെ വീടിന് പിന്നിലെ മാവ് ഒരൊറ്റത്തടി വൃക്ഷം. ഞാൻ ഒരൊറ്റത്തടിയാണെന്ന് അത് തെറ്റിദ്ധരിച്ചോ? എന്റെ വീടിന് പിന്നിലെ മാവ് ഒരൊറ്റത്തടി വൃക്ഷം. ഞാൻ ഒരൊറ്റത്തടിയാണെന്ന് അത് തെറ്റിദ്ധരിച്ചോ? പാല മാവിനോട് പറഞ്ഞു, തന്നിൽ യക്ഷിയുണ്ടെന്ന്. ആര് ചത്താലും ഒരുപടി ചാരമാവാൻ വേണ്ടുന്ന എന്നോട് തന്നെ നീ ഇത് പറയണം. മാവ് പിറുപിറുത്തു. പാലയെ തൊട്ടുരുമ്മി നിൽക്കുന്ന പന കണ്ട് ഞാൻ ഓർത്തു, ഒരു തുള്ളി ഖസാക്ക് എന്റെ വീട്ടിൽ. കാലം പോലെ ഖസാക്കിലെ കരിമ്പനകളിൽ മാത്രമല്ല, എന്റെ വീട്ടിലെ കരിമ്പനയിലും കാറ്റ് പിടിക്കും. വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന സിനിമക്കാരെ പോലെ പന വളരെ സെലക്റ്റീവ്. മാസത്തിൽ ഒരില മാത്രമേ വീശൂ. വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന സിനിമക്കാരെ പോലെ പന വളരെ സെലക്റ്റീവ്. മാസത്തിൽ ഒരില മാത്രമേ വീശൂ. ആ ഇല എന്തിനെന്ന് ചോദിച്ചപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, പടക്കം ഉണ്ടാക്കാനെന്ന്. വർഷത്തിൽ ഒരു പടം, അത് മറ്റുള്ളവരെ ഞെട്ടിക്കാനെന്ന് പറഞ്ഞാൽ എന്ന പോലെ ഒരില അത് പടക്കത്തിന് ഞെട്ടിക്കാൻ തന്നെ. കാറ്റൂതിയപ്പോൾ തേക്കിലകൾ വിശറിയാട്ടി. വലിയ കാതുകൾ പോലെയുള്ള ഇലകൾ എന്തോ അടക്കം പറയുന്നു. കാറ്റൂതിയപ്പോൾ തേക്കിലകൾ വിശറിയാട്ടി. വലിയ കാതുകൾ പോലെയുള്ള ഇലകൾ എന്തോ അടക്കം പറയുന്നു. കരിമ്പനകളും കാറ്റൂതിയപ്പോൾ തേക്കിലകളുടെ ചെവിയിൽ എന്തോ പറയുന്നു. കരിമ്പനകളും കാറ്റൂതിയപ്പോൾ തേക്കിലകളുടെ ചെവിയിൽ എന്തോ പറയുന്നു. എനിക്ക് സീജയെയും റോസിയെയും ഓർമ്മ വന്നു. അതികായരുടെ പ്രണയം ഇങ്ങനെയായിരിക്കുമോ? എനിക്ക് സീജയെയും റോസിയെയും ഓർമ്മ വന്നു. അതികായരുടെ പ്രണയം ഇങ്ങനെയായിരിക്കുമോ? മൈലാഞ്ചിയും മുല്ലവള്ളിയും ഇടയ്ക്ക് വന്ന് തലയാട്ടി. അതികായരുടെ പ്രണയത്തിനിടെ നിങ്ങൾ ലജ്ജാവതികൾക്ക് എന്ത് സ്ഥാനം? ഷട്ടപ്പ്, ഞാൻ പറഞ്ഞു. നന്ദി, നമസ്കാരം. അമ്പിളി ഓമനക്കുട്ടനെ കവിതാവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് സീത. സീതേ, അയോധ്യ സദാചാരത്തിന്റെ ഇരുട്ടിലായിരുന്നു. സീതേ, അയോധ്യ സദാചാരത്തിന്റെ ഇരുട്ടിലായിരുന്നു. കിതപ്പുകൾ നിറഞ്ഞ അന്തഃപുരത്തിനുള്ളിലെ രഘു ദുർഗന്ധങ്ങളിൽ നിന്റെ ശരീരം ഒരു നിലമായി മാത്രം ഉഴുതുമറയ്ക്കപ്പെട്ടു. നിന്നെ അഗ്നിക്ക് ബലി കൊടുത്തു രാമന്റെ കാട്ടുനീതി. നിറമയൂറുമായി കാട്ടിലുപേക്ഷിച്ചു രാമന്റെ ധർമ്മബോധം. ചെങ്കോലിൽ മുദ്രമോതിരത്തിൽ നിന്നെ പതിപ്പിച്ച് സമാധാനത്തിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവനായി. അപമാനിത നീ സീതേ. രാമന്റെ അയോധ്യയേക്കാൾ എത്രയോ സുരക്ഷിതമായിരുന്നു ലങ്ക. എത്ര വിശ്വാസവും ഉറപ്പുമായിരുന്നു ലങ്കേശൻ. രാമനേക്കാൾ എത്ര പ്രണയധീരനായിരുന്നു രാവണൻ. ഒരു ചെറിയ കവിത കൂടി. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ദൈവങ്ങളിൽ വർഗീയവാദി കൃഷ്ണനും പത്മനാഭനും അത്രേ. ദൈവങ്ങളിൽ വർഗീയവാദി കൃഷ്ണനും പത്മനാഭനും അത്രേ. അഹിന്ദുക്കൾ മുൻപിൽ ചെന്നാൽ സുദർശനം കൊണ്ട് തലയറുത്തെടുത്ത് ഗോളടിച്ചേക്കാം. അഹിന്ദുക്കൾ മുൻപിൽ ചെന്നാൽ സുദർശനം കൊണ്ട് തലയറുത്തെടുത്ത് ഗോളടിച്ചേക്കാം. പണ്ടത്തെ കാലിച്ചക്കൻ എങ്ങനെയാണ് ജാതിക്കയറ്റം കിട്ടി പൂണൂലിട്ട് മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരിയായത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അനാചാരങ്ങൾക്കുള്ളിൽ മനുഷ്യരിപ്പോഴും തീണ്ടാപ്പാടകലെയാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അനാചാരങ്ങൾക്കുള്ളിൽ മനുഷ്യരിപ്പോഴും തീണ്ടാപ്പാടകലെയാണ്. താങ്ക് യു. കവിതാവതരണത്തിനായി ശ്രീ എസ് രാഹുലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ,
അയോധ്യയിലെ രാമക്ഷേത്രത്തിനിടയിൽ പെട്ടുപോയ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കും ആ മതനിരപേക്ഷതയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾക്കും മുന്നിൽ ഈ കവിത സമർപ്പിക്കുന്നു. കവിതയുടെ പേര് നേരം പരപരാന്ന് കറക്കണ വൈകുന്നേരം. അപ്പൻ കുത്തിന് പിടിക്കണ കഞ്ഞിക്കലം വേവാണ്ട് കിടപ്പുണ്ട്. അപ്പൻ കുത്തിന് പിടിക്കണ കഞ്ഞിക്കലം വേവാണ്ട് കിടപ്പുണ്ട്. ഇടീ പുന്നാരമൊളയെന്ന് തൊള്ളകേറി കാരണ അപ്പന്റെ ആട്ടുകേക്കാണ്ട് തള്ളക്ക് ഉറക്കമില്ല. പലപ്പോഴും പള്ളക്ക് കത്തി കയറ്റണമെന്ന് വിചാരിച്ചതാ. അവിടെ ഒരു കല്ലുണ്ട്, അതാ നമ്മുടെ ദൈവമെന്ന് അപ്പൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെയും കരുതും പോട്ടെ അപ്പനല്ലേന്ന്. അപ്പനൊന്ന് ചിരിക്കണ കാണാൻ മൂടുകേറിയ നിക്കറും ഇട്ടുകൊണ്ട് പണ്ടൊക്കെ ഒത്തിരി ഓടിയിട്ടുണ്ട്. അപ്പനൊന്ന് ചിരിക്കണ കാണാൻ മൂടുകേറിയ നിക്കറും ഇട്ടുകൊണ്ട് പണ്ടൊക്കെ ഒത്തിരി ഓടിയിട്ടുണ്ട്. പിന്നെ മനസ്സിലായി ചിരിക്കാറില്ല എന്ന്. ഒരീസം അപ്പൻ ചന്തേന്ന് ഇറച്ചി 1 കിലോ, ഉള്ളി 1/2 കിലോ, മസാലയൊന്ന്, ചട്ടിയൊന്ന് മേടിച്ച് പറ്റിലെഴുതി. അപ്പൻ അറിയില്ലായിരുന്നു ഇറച്ചിക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. അപ്പൻ അറിയില്ലായിരുന്നു ഇറച്ചിക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. കവലയെന്ന് പറഞ്ഞ വഴി കുട്ടിക്കാട്ടിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി വൃത്തിയായി പൊതിഞ്ഞ് അവരപ്പനെ വീട്ടിലോട്ട് വിട്ടു. അപ്പൻ അറിയില്ലായിരുന്നു ഇറച്ചിക്കൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. കവലയെന്ന് പറഞ്ഞ വഴി കുട്ടിക്കാട്ടിലിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടി വൃത്തിയായി പൊതിഞ്ഞ് അവരപ്പനെ വീട്ടിലോട്ട് വിട്ടു. അപ്പനാന്നറിയാതെ അമ്മ അടുപ്പത്തിട്ട് നന്നായി വേവിച്ചു. അപ്പനാന്നറിയാതെ അമ്മ അടുപ്പത്തിട്ട് നന്നായി വേവിച്ചു. ഉള്ളിയും മസാലയും ഉപ്പും മുളകും ഇട്ട് വരട്ടി ഇറച്ചി ആദ്യമായിട്ട് കഴിക്കണ ഞങ്ങള് മുക്കുമുട്ട തിന്നു. അപ്പന് കുറച്ച് മാറ്റിവെച്ചു. എന്തോ അപ്പൻ വന്നില്ല, എന്തോ അപ്പൻ വന്നില്ല. അപ്പൻ എങ്ങോട്ടോ പോയതാ. എന്തോ അപ്പൻ വന്നില്ല, അപ്പൻ എങ്ങോട്ടോ പോയതാ. ബാക്കി വെച്ച കഷ്ണം മൂലയിൽ ആറിയാറി ഇരിപ്പുണ്ട്. എന്തോ അപ്പൻ വന്നില്ല, അപ്പൻ എങ്ങോട്ടോ പോയതാ. ബാക്കി വെച്ച കഷ്ണം മൂലയിൽ ആറിയാറി ഇരിപ്പുണ്ട്. അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ വീട്ടിൽ നിന്ന് പോവുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് സമകാലിക ഇന്ത്യ എന്ന് ഓർത്തെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. കവിതാവതരണത്തിനായി ധന്യ വേങ്ങാശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ പേര് ലോക്ക്. കിഴക്കേപ്പുറത്തെ വാതിലടച്ചോ? അടച്ചു. വടക്കേപ്പുറത്തെ ജനാലയോ? അതും. ഞാൻ ഇറങ്ങുന്നു. ഉമ്മറത്തെ ഗ്രില്ലടച്ചോളൂ. ഉണ്ണെന്ന് മൂലി തീരേണ്ടതില്ല. അടക്ക് അടക്ക് അടച്ചിട്ടിരുന്നോളൂ. തേരട്ട, തേൾ, പാമ്പ്, കുറുക്കൻ, നായ നിർവീകാരമായി സർവ്വതും എന്റെ ചെവിക്കകത്തൂടെ മാർച്ചു ചെയ്തു പോയി. എനിക്ക് ചുറ്റുമാകട്ടെ രാത്രിയിൽ ഇര തേടുന്ന മുള്ളംപന്നിയുടെ ചോര്. എനിക്ക് ചുറ്റുമാകട്ടെ രാത്രിയിൽ ഇര തേടുന്ന മുള്ളംപന്നി ചോര്. ആഞ്ഞു നടന്ന് ഗ്രില്ല് തൊടുന്നന്നെ ആ കൈ കുഞ്ഞു വിടവിലൂടെ സാഹസികമായി പുറത്തുനിന്ന് തന്നെ ലോക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തുറക്കാവുന്നതേ ഉള്ളൂ. തുറന്നെനിക്ക് കാറ്റിനെയും വെളിച്ചത്തെയും തൊടാവുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ നിന്നാ അശരീരി, തേരട്ട, തേൾ, പാമ്പ്, കുറുക്കൻ, നായ, അപരിചിതർ. കാട്ടിലും മരത്തിലും തൊടിയിലുമെല്ലാം ചങ്ങാതികളായവരെ. കാട്ടിലും മരത്തിലും തൊടിയിലുമെല്ലാം ചങ്ങാതികളായവരെ കാലം എന്റെ കണക്ക് പുസ്തകത്തിൽ ഭയമായി ഇങ്ങനെ എഴുതി. അടുത്തൊരു കവിത, ഉടുങ്കലത്ത കുപ്പായം. ഇനി പഠിപ്പിക്കുന്നത് പണ്ട് ടീച്ചറ് ചോക്കരുത് ബോർഡിട്ട് വരയനക തിരമാല മാതിരി ബർത്തടങ്കു പോക് പുസ്തകം മകിടുന്ന കൂറ്റ്. കാട്ടുമുല്ലത്തൈ അറുകറുകെ കൊള്ളിച്ചിമ്പത് നിന്ദിപ്പിക്കണ മാതിരി ആള ഈള ഊള മയറുത് പുസ്തക കുണ്ടിട്ട് ജീയനക അതൊഞ്ചില്ല എന്നേറ്റുണ്ടേരി. ആവുറക ഈവുറക ഒളിത് തെക്കുക എന്നെ മിന്നറുകൊള്ളി മയ്യേ. അല്ലേനെ പെയ്ത്ത് ചിക്കണ അടുപ്പ് കണ്ട മാതിരി ഉറതിണ്ടേക്ക് ആള ഈള ഊള. ടീച്ചറ് ചോനപ്പേനെ നഗല് ചൂതാല് മാടിക്ക് മൂടത് ചപ്പകിന ഡെഞ്ചി മാതിരിയേനെ മണിമുട്ടുക പട്ട എത്തിയാനക തെറിയിട്ട് കുഞ്ഞപ്പ മട്ടത്തി നെഞ്ച തിനിയെ തരട്ടെ ചറമ്പ് കൊള്ളിത്തടത്തെ ഉടുങ്കൽ കുഞ്ഞിಗೆ കുപ്പായ ആദുള്ള എന്ന ആള ഈള ഊള അതാ പൊക്കിനെ കൊല്ലിക്കടത്തെ കുഞ്ഞപ്പ
കുഞ്ഞപ്പത്തുഞ്ചിപ്പം. ഈ കവിത മാവില ഗോത്രഭാഷയിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. കവിതയുടെ മലയാള വിവർത്തനം ഉണക്കമീനിന്റെ കുപ്പായം. ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ടീച്ചർ ചോക്കെടുത്ത് ബോർഡിൽ വരയുമ്പോൾ തിരമാല പോലെ വന്നടങ്ങിപ്പോയി പുസ്തകം മറിയുന്ന ഒച്ച. കാട്ടുമുല്ലത്തൈ അടുത്തടുത്ത് വിറക് ചുമന്നു നിൽക്കും പോലെ ആയും ഈയും ഊവും. കണ്ണെടുത്ത് പുസ്തകക്കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ അതൊന്നും എന്റേതിലുണ്ടായിരുന്നില്ല. അപ്പുറത്തും ഇപ്പുറത്തും മിന്നിക്കെട്ടു എന്റെ മിന്നാമിന്നി കണ്ണുകൾ. അവിടെയൊക്കെയും എടുത്തു വച്ച അടുപ്പുകല്ല് പോലെ ഉറഞ്ഞ ആയും ഈയും ഊവും. ടീച്ചർ നോക്കുമ്പോഴൊക്കെയും മാളത്തിൽ നിന്ന് നുഴഞ്ഞിറങ്ങുന്ന ഞണ്ടുപോലെ ഞാൻ. മണിയടിച്ചു. വീടെത്താറായപ്പോൾ വഴിയിൽ കുഞ്ഞമ്മ, മടിയിൽ നിറയെ മുറുക്കാൻ, തലയിൽ ചുള്ളി വിറകിനുള്ളിൽ ഉണക്കമീൻ കുഞ്ഞിന് കുപ്പായമായിരിക്കുന്ന എന്റെ ആയും ഈയും ഊവും. അതാ പോകുന്നു തോട് കടന്ന് കുഞ്ഞമ്മയ്ക്കൊപ്പം. നന്ദി. മലയാളത്തിലെ പ്രശസ്ത കവികൾ പങ്കെടുത്ത കവിതാ വായനയാണ് വേദി 3 പൊരുളിൽ പരിസമാപ്തി കുറിച്ചിരിക്കുന്നത്. പ്രിയ കവികളായ VN ഗിരിജ, കുറിപ്പുഴ ശ്രീകുമാർ, അസീൽ താമിനോട്, വിനീഷ് മണിയൂർ, MS ബനേഷ്, MP പ്രതീഷ്, ഗിരിജ പാതേക്കര, രഗീല സജി, CS രാജേഷ്, രതീഷ് കൃഷ്ണ, B യേശുദാസ്, TP വിനോദ്, ശ്രീജിത്ത് പെരുമ്പച്ചൻ, അമ്പിളി ഓമനക്കുട്ടൻ, S രാഹുൽ, ധന്യ വേങ്ങാച്ചേരി എന്നിവർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി. ഒപ്പം കേട്ടുനിന്ന ശ്രോതാക്കളായ സദസ്സിനും നന്ദി.